വിശുദ്ധമായ മുഹറം മാസത്തിലെ അതിമനോഹരമായൊരു വെള്ളിയാഴ്ച രാവും അതിൻ്റെ പകലും ഒക്കെ കടന്നു വരികയാണ്. ഈ മനോഹരമായ നിമിഷത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്ത് നമുക്കൊന്ന് പഠിച്ചാലോ? ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറിമറിയും. ഒരു വേള നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിലേക്ക് ഈ സ്വലാത്ത് ചൊല്ലി കിട്ടുന്ന മന്ത്രിച്ചൂതിയാൽ ആ ഭക്ഷണത്തിലൂടെ ശിഫാ ലഭിക്കും, മാരക രോഗങ്ങൾക്ക് പോലും ശമനം ലഭിക്കും, നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കും, സമ്പത്തിൽ അഭിവൃദ്ധി ലഭിക്കും, സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ലഭിക്കും. എല്ലാത്തിലുമുപരി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നമുക്ക് വലിയ മാനസിക ആത്മീയ ബന്ധം ലഭിക്കും. അത്ര അത്ഭുതകരമാണ് ഈ സ്വലാത്ത്. ഏതാണ് ആ സ്വലാത്ത് എന്ന് പഠിക്കണ്ടേ? 1000 രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? അല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കടന്നു വരണത് വിശുദ്ധമായ മുഹറം മാസത്തിലെ ഒരു വെള്ളിയാഴ്ച രാവാണ്. അതിനുശേഷം വെള്ളിയാഴ്ചയുടെ പകലാണ്. ഈ സമയത്തൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് സ്വലാത്ത് ചൊല്ലുക, മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമുള്ള വേറെ കാര്യമുണ്ടോ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹുവും അവൻ്റെ മലക്കുകളും ചെയ്യുന്ന പരിപാടിയാണ് സ്വലാത്ത്. ഈമാനുള്ളവരെ നിങ്ങളും സ്വലാത്തിലണേ. ഈമാനുള്ളവർക്കേ സ്വലാത്തിലാൻ പറ്റുള്ളൂ. ഈമാനില്ലാത്തൊരു മനുഷ്യന് സ്വലാത്തിനായിരിക്കാൻ പറ്റില്ല. സ്വലാത്തിൻ്റെ മജ്ലിസ് കണ്ടാൽ അവർക്കിങ്ങനെ വിറളി പിടിക്കും. സ്വലാത്തിൻ്റെ സദസ്സുകളോട് അവർക്ക് വെറുപ്പായിരിക്കും. സ്വലാത്ത് ചൊല്ലില്ല. അവർക്ക് ഈമാനില്ല. കാരണം ഈമാനുള്ളവരെ എന്നാണ് അള്ള വിളിക്കണത്. ഈമാനുള്ളവർക്കേ മുത്തുനബിയുടെ മൗലിദ് എല്ലാം പറ്റുള്ളൂ, സ്വലാത്ത് എല്ലാം പറ്റുള്ളൂ. നമുക്ക് ഈമാനുണ്ടല്ലോ, ഇല്ലേ? നമുക്ക് ഈമാനില്ലേ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ഒരു പിടിവള്ളിയാണത്. ഒരു പിടിവള്ളിയാണ്. ഒരു സ്വഹാബിയോട് മുത്തുനബി തങ്ങൾ പറയുന്നില്ലേ, സ്വലാത്ത് വർദ്ധിപ്പിക്കുമോനെ, നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെയാകും. സ്വലാത്ത് മുത്തുനബിയുടെ മേൽ ചൊല്ലിയാൽ ടെൻഷൻ ഇല്ലാതെയാകും. ധാരാളം വർദ്ധിപ്പിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിമനോഹരമായൊരു സ്വലാത്ത് നമുക്കിന്ന് പഠിക്കാം. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. എണ്ണിയാലും തീരൂല അതിൻ്റെ മഹത്വം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടത്തേക്ക് വലിയ സന്തോഷം. ജിബ്രീൽ അലൈഹിസ്സലാം അതുപോലൊരു സ്വലാത്തില്ലാത്ത വണ്ണം അത്ര മഹത്വമുള്ളതായിട്ടാണ് അവതരിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇമാം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ നേതാവാണ്. എല്ലാ മഹാന്മാരുടെയും തുരീഖത്ത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിലൂടെയാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്നത്. അത്ര വലിയ മഹാൻ പതിവാക്കിയിരുന്ന സ്വലാത്ത്, അതിൻ്റെ പവർ അത്രയാണ്. ആ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പതിവാക്കിയിരുന്ന സ്വലാത്ത് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മഹത്വം എത്രയാണ്. അവരുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യാ അല്ലാഹ്, അത്ഭുതമാണ്. ആ സ്വലാത്തിൻ്റെ ഒരു 11 മഹത്വങ്ങളാണ് നമ്മൾ ഇന്ന് പറയണത്. 11 പറയണുള്ളൂ. ഒരുപാടുണ്ട്. നമുക്ക് കൗണ്ട് ചെയ്യാൻ അപ്പുറത്തുണ്ട്, എണ്ണിയാൽ തീരാത്തത്രയുണ്ട്. പക്ഷെ ഒരു 11 മാത്രം നമുക്കിന്ന് പറയാം ഇൻഷാ അല്ലാഹ്. ഈ മുഹറം മാസം മുതൽ, ഈ മുഹറത്തിലെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും പകലും ഉൾപ്പെടെ എങ്ങ് തുടങ്ങിക്കോ. എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും നമുക്കിത് പതിവാക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ, രക്ഷപ്പെട്ടു. അള്ളാൻ്റെ കാവൽ നമുക്ക് ലഭിക്കും, നമ്മുടെ കുടുംബത്തിൽ ലഭിക്കും, സമാധാനം ലഭിക്കും, സന്തോഷം ലഭിക്കും. എന്ത് വേണോ അതൊക്കെ പടച്ചോൻ തരും. ഏതായാലും 11 മഹത്വങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചാലോ? തയ്യാറല്ലേ? ജീവിതത്തിൽ പതിവാക്കൂലേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്നാമത്തേത് എന്താണെന്നറിയോ? എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, ശാരീരികമാകട്ടെ മാനസികമാകട്ടെ പകർച്ചവ്യാധികളാകട്ടെ, ഇവയിൽ നിന്നൊക്കെ ഈ സ്വലാത്ത് ചൊല്ലുന്നൊരു മനുഷ്യന് കാവലാണ്. ഈ മഴക്കാലത്ത് ഒരുപാട് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നുണ്ട്. എവിടെയും ഡെങ്കിപ്പനിയാണ്, അതുപോലെ മറ്റു പല പനികൾ, H1N1 ഇങ്ങനെ പകരാൻ. അങ്ങനെ എല്ലായിടങ്ങളിലും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ നമ്മൾ സൂക്ഷ്മത പാലിക്കണം കേട്ടോ. വൃത്തി വേണം, ശുദ്ധി വേണം, ചെയ്യേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. ഈ സ്വലാത്തും കൂടെ അങ്ങ് ചൊല്ലിക്കോ. അള്ളാഹുവിൻ്റെ ഒരു ആത്മീയമായ കാവൽ നമുക്ക് ലഭിക്കും. മാനസികമായ പിരിമുറുക്കങ്ങൾ, ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ
ഈ സ്വലാത്ത് ഡെയിലി ഒരു തവണ, ഏറ്റവും ചുരുങ്ങിയത് കേട്ടോ, ഡെയിലി ഒരു തവണ ചൊല്ലുന്ന മനുഷ്യനെ അല്ലാഹ് ഇതിൽ നിന്നൊക്കെ പടച്ചോൻ കാവൽ നൽകുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നാളെ മഹ്ശറിലേക്ക് വരുന്നൊരു നിമിഷം ഉണ്ടല്ലേ, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഈ തെറ്റ് ചെയ്ത ഒരുപാട് ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ വിലപിക്കാണ്, ഞങ്ങളുടെ നാശമേ, ആരാണ് ഞങ്ങളെ ഇങ്ങോട്ട് എഴുന്നേൽപ്പിച്ചത്, ആരാണ് ഞങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ചത്. വേദനയോട് അലറി വിളിക്കുന്ന മഹ്ശറ, തലക്ക് മുകളിൽ സൂര്യനെ ഉദിപ്പിക്കുന്ന അതിഭീകരമായ മഹ്ശറ, ചെമ്പിൻ്റെ തറയിൽ ചുട്ടുപൊള്ളി നിൽക്കുന്ന, വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഭീകരത താണ്ഡവമാടുന്ന മഹ്ശറ. ആ മഹ്ശറിൽ ഈ സ്വലാത്ത് പതിവാക്കുന്ന മനുഷ്യർ മുഖം പ്രകാശിക്കുന്ന ഒരവസ്ഥയിൽ കടന്നു വരുമത്രേ. അവരുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കും. അവരിങ്ങനെ മുഖം പ്രകാശിക്കുന്ന ആളുകളായി നൂർ അലാ നൂർ എന്നതുപോലെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നൊരവസ്ഥ. യാ അല്ലാ, ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. മൂന്നാമത്തേത്, അല്ലാഹു റബ്ബുൽ ആലമീൻ്റെ 4 വേദങ്ങൾ. സബൂർ ദാവൂദ് നബിക്ക് ഇറങ്ങിയതാണ്, ഇൻജീൽ ഈസാ നബിക്ക് ഇറങ്ങിയതാണ്, തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ടതാണ്, പരിശുദ്ധ ഖുർആൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായതാണ്. ഈ 4 വേദം ഓതിത്തീർത്തതിൻ്റെ ഒരു തത്തുല്യമായ പ്രതിഫലം ഈ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യന് ലഭിക്കുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇതിലെല്ലാമുണ്ട്, എല്ലാമുണ്ട്. മുഴുവൻ മുത്തുനബിയുടെ മദ്ഹാണ്. മുത്തുനബിയുടെ മദ്ഹില്ലാത്തൊരു വേദവുമില്ല. ഖുർആൻ തന്നെ മുത്തുനബിയുടെ മദ്ഹാണ്. യാ അല്ലാ, അത്ര വലിയ അത്ഭുതകരമായ ഒരു കൂലി നിങ്ങൾക്ക് ഈ സ്വലാത്തിലൂടെ ലഭിക്കുമെന്നതാണ്. സുബ്ഹാനക യാ റബ്ബ്. ഇനി 4-മത്തേതോ, ഇത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖമുണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ, ക്യാൻസർ ബാധിച്ച ഒരുപാട് ആളുകൾ, ട്യൂമർ ബാധിച്ചവർ ചികിത്സിക്കണം, കൃത്യമായി ചികിത്സിക്കണം. പലപ്പോഴും ചികിത്സിക്കാതെ നമ്മൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നത് കൊണ്ട് കാര്യമില്ല, എല്ലാം വേണം ഇല്ലേ. നമ്മൾ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കാനാണ് പറഞ്ഞത്. നമ്മൾ ചികിത്സക്ക് പോകണം. ആത്മീയമായ ചികിത്സയുണ്ട്, ഭൗതികമായ ചികിത്സകളുണ്ട്. ചികിത്സകളൊക്കെ ചെയ്യുന്നതോടൊപ്പം ഈ ഒരു സ്വലാത്ത് നിങ്ങൾ പതിവാക്കിയാൽ, എങ്ങനെ പതിവാക്കണം? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇസ്ഫി എന്ന് മന്ത്രിക്കുക. വെള്ളമാകട്ടെ ഭക്ഷണമാകട്ടെ, ഇത് മന്ത്രിച്ചിട്ട് ആ രോഗി ഇത് കഴിച്ചാൽ പതിയെ അവൻ്റെ അസുഖത്തിൽ മാറ്റമുണ്ടാകും. അവൻ അസുഖം കുറഞ്ഞു വരും ഇൻഷാ അല്ലാ. അവന് ഹയാത്ത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് കുറച്ചു കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരില്ലേ, ഇക്കൂട്ടത്തിൽ വേദനകളും പ്രയാസങ്ങളുമായി ദിവസം എണ്ണി നീക്കുന്നവരില്ലേ, ഡെയിലി ഒരു തവണ ഈ സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റൂലേ? ഒന്ന് പരിശ്രമിച്ചാൽ നമുക്ക് ഒരു തവണ ചൊല്ലാം. ചൊല്ലിയിട്ട് ഇഷ്ഫി ഷൂ എന്നും പറഞ്ഞു ഓതരുത്. ചില ആൾക്കാരുണ്ട് മന്ത്രിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ റബ്ബിൽ ഫലഖ് മിൻ നാസ് ഓതിയിട്ട് ഇഷൂ എന്ന് പറഞ്ഞു ഓതും. ഷൂ അല്ല, ഇഷ്ഫി എന്ന് പറഞ്ഞാൽ നീ ശിഫയാക്കണയല്ല. ഇഷ്ഫി എന്ന് മന്ത്രിച്ചിട്ട് ആ മന്ത്രിച്ച ഭക്ഷണം അസുഖബാധിതരായ ആളുകൾ കഴിച്ചാൽ അവരുടെ ജീവിതത്തിൽ അസുഖങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും ഇൻഷാ അല്ലാ. ഇനി 5-മത്തേതോ, എത്ര വലിയ കടമാണെങ്കിലും അള്ളാഹു വീട്ടും. കടം പെരുകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. കടം ഡേഞ്ചറാണ്. ആവശ്യത്തിന് കടം വാങ്ങാം, ഞാനത് തിരിച്ച് വീട്ടുമെന്നുള്ള നെയ്യച്ചിൽ വാങ്ങാം. ഇല്ല, ഞാനത് കൊടുക്കില്ല എന്നുള്ള മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ അള്ളാഹു നമ്മെ നശിപ്പിച്ച് കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. മറിച്ച് നമ്മൾ കൊടുക്കും, ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കും എന്നുള്ള നെയ്യത്തിലാണ് വാങ്ങുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ സഹായിക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം കൊണ്ട് വലയുന്നവരെ ഈ സ്വലാത്ത് നിങ്ങൾക്കൊരായുധമാണ്. എല്ലാ സമ്പത്തിൻ്റെയും താക്കോൽ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ആ റബ്ബ് അവൻ്റെ ഹബീബിനെ നമ്മളിങ്ങനെ മദ്ഹ് ചെയ്യുമ്പോൾ നമ്മിൽ സന്തോഷിച്ച് നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിത്തരുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതിനർത്ഥം പണിയെടുക്കാണ്ട് വീട്ടിലിരുന്ന് സ്വലാത്തില്ല മതി എന്നല്ല. നമ്മൾ അധ്വാനിക്കുക, കഷ്ടപ്പെടുക. ഈ സ്വലാത്ത് കൂടെ ചൊല്ലുമ്പോൾ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. കടങ്ങൾ വീടും ഇൻഷാ അല്ലാഹ്. ഇനി 6-മത്തേത്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി അവിടുത്തെ സ്വലാത്തിൻ്റെ മഹത്വങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് കൊണ്ടുവന്ന് ഹൃദ്യമായി നമുക്ക് ചൊല്ലാൻ കഴിയണം. ടെൻഷനില്ലാത്തൊരു ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ഇനി നമ്മൾ 6-മത്തെ പറയുന്നൊരു മഹത്വം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണും കാണാത്ത രഹസ്യങ്ങൾ, ഒരു ചെവിയും കേൾക്കാത്ത രഹസ്യങ്ങൾ,
ഒരു മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാത്ത രഹസ്യങ്ങളുടെ ഒരു കലവറ നിങ്ങൾക്ക് മുമ്പിൽ അള്ളാഹു തുറന്നു തരും. ആത്മീയമായ പല രഹസ്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾക്ക് അള്ളാഹുവിനെ അറിയാൻ കഴിയും, അള്ളാഹുവിനെ ആസ്വദിക്കാൻ കഴിയും, അള്ളാഹുവിൻ്റെ മഹത്തായ നിഅമത്തുകളെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. എല്ലാ രഹസ്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടും. മുത്ത് ഹബീബിനെ സ്നേഹിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ച് മനസ്സറിഞ്ഞ് ഡെയിലി ഒരു തവണയെങ്കിലും ഈ സ്വലാത്ത് നിങ്ങളൊന്ന് പതിവാക്കി നോക്കിയേ, നിങ്ങൾക്ക് മുമ്പിൽ രഹസ്യങ്ങൾ അള്ളാഹു തുറന്നു തരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കാൻ. ഏഴാമത്തേത് അപകടങ്ങളുടെ ആപത്തുകൾ. എപ്പോഴാണ് അപകടം വരണമെന്ന് പറയാൻ പറ്റൂലല്ലേ? അപകടങ്ങൾ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ കുട്ടികൾ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം വീട്ടിലേക്ക് ഇറങ്ങി തേങ്ങ തലയിൽ വീണാൽ മതിയല്ലോ അല്ലേ? എന്തായാലും അപകടങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം അല്ലേ? ഇല്ല നമ്മൾ നിൽക്കുന്ന വീടാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ താഴേക്ക് വീഴില്ല എന്നുള്ള ഉറപ്പുണ്ടോ? എത്ര കട്ടിക്ക് മടുതാണെങ്കിലും അള്ളാഹ് ഉദ്ദേശിച്ചാൽ ഭൂമിയൊന്ന് കുലുങ്ങിയാൽ ദാറ്റ്സ് ഓൾ. എത്ര അഹങ്കാരികൾ തകർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് അഹങ്കാരമൊന്നും ഉണ്ടാകരുതേ, നമ്മൾ താഴ്മയുള്ള മനസ്സോടെ ജീവിക്കണം. ഏതായാലും അള്ളാഹു റബ്ബുൽ ആലമീൻ അപകടങ്ങളുടെ ആപത്തുകളുടെ 70 കവാടങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അടച്ചു കളയും അത്രേ. മാത്രമല്ല അള്ളാഹിൻ്റെ നിഅമത്തുകളുടെ കവാടങ്ങൾ നമുക്ക് മുമ്പിൽ ഇങ്ങനെ തുറന്നു തരും. യാ അല്ലാഹ്, നമുക്ക് മുമ്പിൽ ഇങ്ങനെ തുറക്കപ്പെടും. അത്ര അത്ഭുതകരമായ സ്വലാത്ത്. എട്ടാമത്തേത്, എന്താണോ നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹമായിട്ടുള്ളത്, നടക്കൂല എന്ന് നിങ്ങൾ കരുതുന്ന ആഗ്രഹങ്ങൾ പോലും ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയിട്ട്, പടച്ചോനെ എൻ്റെ ആഗ്രഹങ്ങൾ ഈ സ്വലാത്ത് മുൻനിർത്തി നീ നടപ്പാക്കി തരണേ അല്ലാ, സാധിപ്പിച്ച് തരണേ അല്ലാ എന്ന് ദുആ ചെയ്ത് നോക്കിയേ, ആഗ്രഹങ്ങൾ നടക്കും ഇൻഷാ അല്ലാഹ്. ഒൻപതാമത്തേത്, ഈമാനിൻ്റെ ബലം. ഈമാൻ വർദ്ധിക്കും. നമ്മുടെ കുട്ടികളൊക്കെ പലപ്പോഴും കോളേജുകളിലൊക്കെ പോയിട്ട് ഈ യുക്തിവാദികളുമായി ബന്ധപ്പെട്ട് അവരുടെ മനസ്സ് ചേഞ്ചായി പോവാണ്, പുത്തൻ വാദങ്ങളിലേക്ക് പോവാണ്. ഈമാൻ ഉണ്ടാവില്ല. കേവലം വലിയ വായിൽ അള്ളാഹു അതുപോലെ തന്നെ സുന്നത്ത് കിതാബ് എന്നൊക്കെ പറയുന്നല്ലാതെ അള്ളാഹു അവരുടെ കൽബിലേക്ക് ഇറങ്ങിയിട്ടില്ല. വായയിലൂടെ കുറേ തർജുമ പറയും, തർജുമയല്ല ഇസ്ലാം. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഇപ്പോഴും അവർ കരുണാനിധിയുമായ അള്ളാഹിൻ്റെ നാമത്തിൽ, നമുക്ക് കരുണാനിധിയല്ല, നമ്മൾ ബിസ്മില്ലാഹിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയവരാണ്. ആഴങ്ങളിൽ ഇറങ്ങി പഠിക്കുമ്പോഴാണ് അള്ളാഹ് നമുക്കറിയാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ മലയാള പരിഭാഷ വായിച്ച് നോക്കിയാൽ ഓരോ സംഘടനക്കാർക്കും ഇന്ന് ഓരോരോ പരിഭാഷയാണ്. അതുകൊണ്ട് ഒരു മുജാഹിദ് പറയണത് മറ്റേ മുജാഹിദ് കാഫിറാണ്, ഇപ്പുറത്തെ മുജാഹിദ് പറയണം ഇവിടുത്തെ മുജാഹിദ് കാഫിറാണ്. എന്താണോ തെളിവ്? എല്ലാവർക്കും ഖുർആൻ ഒന്നേ ഉള്ളൂ, ഹദീസ് ഒന്നേ ഉള്ളൂ. ഈ ഹദീസും ഖുർആനാണ് പിൻപറ്റുന്നതെന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെ പരസ്പരം തമ്മിൽ തല്ലി കാഫിറും മുശ്രിക്കുമാക്കുകയാണ്. പിന്നെ എവിടെയാണോ നിങ്ങളുടെ ദീൻ? അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ വരും വാദോരാതെ ഖുർആൻ ഹദീസ് ഇങ്ങനെ പറയും, പക്ഷേ ഈ കൽബിലേക്ക് അത് ഇറങ്ങില്ല, കഴുത്തിൽ നിന്ന് താഴേക്ക് അത് ഇറങ്ങില്ല. അങ്ങനെയുള്ള ചില ആളുകൾ, അവർക്ക് അള്ളാൻ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അവർ മനസ്സിലാക്കുന്ന രൂപങ്ങളുള്ള, ചന്തിയുള്ള, കസേരയിലിരിക്കുന്ന, ആകാശത്തുള്ള അള്ളണ്ടല്ലോ, ആ അള്ളല്ല നമ്മുടെ അള്ളാഹ്ക്ക് രൂപമില്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു സ്വമദ്, അവനൊരു കസേരയുടെ ആവശ്യമില്ല, അവൻ സമദാണ്, നിരാശ്രയനാണ്. ലം യലിദ് വലം യൂലദ്, പ്രസവിച്ചിട്ടില്ല, പ്രസവിക്കപ്പെട്ടതുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് സാദൃശ്യമായി ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള നാഥനെ മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ ആഴത്തിൽ പഠിക്കണം. തർജുമ വായിച്ചതുകൊണ്ട് ഓരോരുത്തരും ഇഷ്ടമുള്ളതുപോലെ ഏതെങ്കിലുമൊക്കെ മൗലവിമാർ എഴുതി വെക്കുന്നത് വായിച്ചിട്ട് കാര്യമില്ല. തഫ്സീറിലേക്ക് ഇറങ്ങണം, ആഴങ്ങളിലേക്ക് ഇറങ്ങണം. അള്ളാഹനെ നമുക്കറിയാൻ കഴിയും. ഈമാനിന് ബലം ഉണ്ടാവും. ആ ബലം ഉണ്ടാകാൻ നമ്മെ സഹായിക്കുന്ന ഒരു സ്വലാത്താണ് അത്ര ഇത്. ഈ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോ, നമ്മുടെ ഈമാനിനൊരു പ്രൊട്ടക്ഷൻ ലഭിക്കും, ഒരു കാവൽ. ഇനി വലിയ അറിവൊന്നും നേടിയില്ലെങ്കിലും ഈമാൻ നഷ്ടപ്പെട്ടു പോകില്ല. ചേകന്നൂരൊക്കെ വലിയ അറിവുണ്ടായിരുന്നു, ആ അറിവ് ഏറ്റവും മോശമായ മാർഗത്തിലായിപ്പോയി, പിഴച്ചുപോയി, കാഫിറായിപ്പോയി. അതുപോലെ തന്നെ അറിവുള്ളതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല, അള്ളാഹുവിൻ്റെ ഒരു കാവൽ വേണം. സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾ കിടക്കണം. ഈ സ്വലാത്ത് പതിവാക്കുന്നതിലൂടെ അതിന് സാധ്യമാകുന്ന വഴികൾ അള്ളാഹു തുറന്നു തരുമത്രേ. പത്താമത്തേത് ധനം, നമ്മുടെ കുടുംബം, ആഖിറം, ഇത് മൂന്നിലും അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് കാവൽ തരും. ധനം അത്യാവശ്യമാണ് അല്ലേ? മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സമ്പത്ത് ആവശ്യമാണ്, സമ്പത്ത് അല്ലാഹ് തരും. കുടുംബം, നമ്മുടെ കുടുംബത്തിലൊരു കെട്ടുറപ്പ് വേണം. കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ തകർന്നു പോവും. എത്ര വലിയ ബിസിനസ് തുടങ്ങിയാലും വീട്ടിൽ സമാധാനമില്ലേ, അവൻ്റെ ബിസിനസ് തകർന്നു പോകും. കാരണം അവന് ആ ഒരു ഊർജ്ജം കിട്ടേണ്ടത് വീട്ടിൽ നിന്നാണ്. ആ ഊർജ്ജം ഈ സ്വലാത്തിലൂടെ കിട്ടും. സ്വഭാവമൊക്കെ നന്നാക്കണേ, വെറുതെ സ്വലാത്ത് മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു പെൺകുട്ടി ഒരു സങ്കടം പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ സ്വലാത്തും ദിക്റൊക്കെ ചൊല്ലുന്ന ഒരു വാപ്പയെക്കുറിച്ചാണ്. പുള്ളിക്ക് ജ്വല്ലറികളുണ്ട് പോൽ. അദ്ദേഹം ഭാര്യയ്ക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പുള്ളി ഒരു വാഴ്ന്നു വെച്ച് കൊടുക്കും, ഇതിരുന്ന് കേട്ടോ, ആശുപത്രി കൊണ്ടുപോകില്ല. ഇതെന്തൊരു ഭ്രാന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ചിന്തിക്കുന്നുണ്ട്, പഠിച്ചോൻ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടാവോ? നാലോചിച്ചൊക്കെ. അതായത് സ്വന്തം ഭാര്യയ്ക്കൊരു അസുഖം വരുമ്പോൾ ഇവിടെ അയാൾ എന്ത് ചെയ്യും? ഏതെങ്കിലുമൊക്കെ ഒരു വാഴതിൻ്റെ CD അങ്ങ് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ വാഴതങ്ങ് പ്ലേ ചെയ്ത് കൊടുക്കും, നീ ഇത് കേട്ടോ നിൻ്റെ വേദന മാറും. യാ അല്ലാഹ്, എന്തൊരു മനുഷ്യനാണ്, ചിന്തിച്ചോക്ക്.
എന്നൊരു മനുഷ്യനാണ്. അയാൾ എങ്ങനെ വിജയിക്കും? അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായി നമുക്ക് ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ സ്വലാത്ത് ചെല്ലണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മൂന്നാമത്തേത് ആഖിറം ഇല്ലേ? ആഖിറം വെളിച്ചവും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആഖിറാണ്. ആഖിറത്തിൽ നമുക്ക് രക്ഷയാണ്. അപ്പോൾ സമ്പത്ത്, കുടുംബം, ആഖിറം മൂന്നും സലാമത്താകാനായിട്ട് ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് കഴിയുമെന്നാണ്. 11ാമത്തേത് ഏറ്റവും വലിയൊരു മഹാഭാഗ്യം, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ ഇവരൊക്കെ ആയിട്ടൊരു ആത്മീയമായ ബന്ധം. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ മഹശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ ഉമ്മ നമ്മളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യണില്ല. വാപ്പാക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, ഭർത്താവിന് വേണ്ട, ആർക്കും നമ്മളെ വേണ്ട. പക്ഷെ എൻ്റെ മുത്തുനബിക്ക് വേണം. എൻ്റെ മുത്തുനബി എന്നെ തിരിച്ചറിയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? ഞാൻ ഈ സ്വലാത്ത് ധാരാളം ചൊല്ലിയത് കൊണ്ടാണ്. ഒരു ആത്മീയമായ ബാന്ധവമുണ്ടാകും. യാ അല്ലാഹ്, അത്ര അത്ഭുതകരമായ സ്വലാത്ത്. ഏതാണ് ആ സ്വലാത്ത്? നമുക്കൊക്കെ പരിചയമുണ്ട്. ആ സ്വലാത്തിൻ്റെ പേര് തന്നെ സ്വലാത്തുൽ കുബ്ര, വമ്പൻ സ്വലാത്ത് എന്നാണ്. വമ്പൻ സ്വലാത്ത്, വലിയ സ്വലാത്ത്. കാരണം അത്ര മഹത്താണ്, അത്ര വലിപ്പം. ആ പേരിൻ്റെ വലിപ്പത്തെ തന്നെ സൂചിപ്പിക്കുന്ന അതിമനോഹരമായ സ്വലാത്ത്. മറ്റൊരു പേരുണ്ട് അതിന്, അൽഫി സ്വലാത്ത് എന്നൊക്കെ നമ്മൾ പറയും. നമുക്കൊക്കെ പണ്ടെപ്പോഴോ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഓതി വന്നൊരു പരിചയമുണ്ട്. ഇപ്പം നമ്മൾ മറന്നുപോയി. ഇപ്പം നമ്മൾ വലിയ ആളുകളായപ്പോൾ നമ്മളത് മറന്നപ്പോൾ പല ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി. ഇന്നു മുതൽ അത് പതിവാക്കണം. നമുക്ക് ഒരു തവണ ആ സ്വലാത്ത് ഒരുമിച്ചൊന്ന് ചൊല്ലാം. ألف صلاة وألف سلام عليك يا سيد المرسلين. ألف صلاة وألف سلام عليك يا سيد النبيين. ألف صلاة وألف سلام عليك يا سيد الصديقين. ألف صلاة وألف سلام عليك يا سيد الراكعين. ألف صلاة وألف سلام عليك يا سيد القاعدين. ألف صلاة وألف سلام عليك يا سيد الساجدين. ألف صلاة وألف سلام عليك يا سيد الذاكرين. ألف صلاة وألف سلام عليك يا سيد المكبرين. ألف صلاة وألف سلام عليك يا سيد الطاهرين. ألف صلاة وألف سلام عليك يا سيد الظاهرين. ألف صلاة وألف سلام عليك يا سيد الشاهدين. ألف صلاة وألف سلام عليك يا سيد الأولين. ألف صلاة وألف سلام عليك يا سيد الآخرين. ألف صلاة وألف سلام عليك يا سيدي يا رسول الله. ألف صلاة وألف سلام عليك يا نبي الله. ألف صلاة وألف سلام عليك يا حبيب الله. ألف صلاة وألف سلام عليك يا من كرمه الله. ألف صلاة وألف سلام عليك يا من علمه الله. ألف صلاة وألف سلام عليك يا من شرفه الله. ألف صلاة وألف سلام عليك يا من أظهره الله. ألف صلاة وألف سلام عليك يا من اختاره الله. ألف صلاة وألف سلام عليك يا من صوره الله. ألف صلاة وألف سلام عليك يا عبد الله. ألف صلاة وألف سلام عليك يا خير خلق الله. ألف صلاة وألف سلام عليك يا خاتم رسل الله. ألف صلاة وألف سلام عليك يا سلطان الأنبياء.
ألف ألف صلاة وألف ألف سلام عليك يا برهان الأصفياء ألف ألف صلاة وألف ألف سلام عليك يا مصطفى ألف ألف صلاة وألف ألف سلام عليك يا معلى ألف ألف صلاة وألف ألف سلام عليك يا مجتبى ألف ألف صلاة وألف ألف سلام عليك يا مزكى ألف ألف صلاة وألف ألف سلام عليك يا مدني ألف ألف صلاة وألف ألف سلام عليك يا حرمي ألف ألف صلاة وألف ألف سلام عليك يا عربي ألف ألف صلاة وألف ألف سلام عليك يا قرشي ألف ألف صلاة وألف ألف سلام عليك يا هاشمي ألف ألف صلاة وألف ألف سلام عليك يا أبطهي ألف ألف صلاة وألف ألف سلام عليك يا زمزمي ألف ألف صلاة وألف ألف سلام عليك يا تهامي ألف ألف صلاة وألف ألف سلام عليك يا أمي ألف ألف صلاة وألف ألف سلام عليك يا سيد ولد آدم ألف ألف صلاة وألف ألف سلام عليك يا أحمد ألف ألف صلاة وألف ألف سلام عليك يا محمد ألف ألف صلاة وألف ألف سلام عليك يا طه ألف ألف صلاة وألف ألف سلام عليك يا ياسين ألف ألف صلاة وألف ألف سلام عليك يا مدثر ألف ألف سلام ألف ألف صلاة وألف ألف سلام عليك يا شفيع يوم الحشر ألف ألف صلاة وألف ألف سلام عليك يا صاحب التاج ألف ألف صلاة وألف ألف سلام عليك يا صاحب المغفر ألف ألف صلاة وألف ألف سلام عليك يا صاحب المحراب ألف ألف صلاة وألف ألف سلام عليك يا خاتم الأنبياء والمرسلين ألف ألف صلاة وألف ألف سلام عليك يا سيد المحسنين ألف ألف صلاة وألف ألف سلام عليك يا سيد الثقلين ألف ألف صلاة وألف ألف سلام عليك يا سيدي يا رسول الله يا سيدي يا رسول الله إلى يوم الدين برحمتك يا أرحم الراحمين. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പം ഇന്നു മുതൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദിവസത്തിൽ ഒരു തവണ, ആഴ്ചയിൽ ഒരു തവണയെങ്കിലും പറ്റുമോ? ഡെയിലി ഒരു തവണ ചൊല്ലിയാൽ ആഹാ അടിപൊളി. ഏറ്റവും ചുരുങ്ങിയതാട്ടോ. ഡെയിലി ഒന്നിലേറെ തവണ ചൊല്ലുന്നവർ, 11 തവണ ചൊല്ലുന്നവരൊക്കെ ഉണ്ട്, അതിലേറെ ചൊല്ലുന്നവരുണ്ട്. ഒരു തവണ പതിവാക്കാൻ പറ്റുമോ? ഡെയിലി ജീവിതത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഉസ്താദ് എല്ലാം കൂടെ പറ്റണില്ല, ശരി ഓക്കെ, ആഴ്ചയിൽ ഒരു തവണ, വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ പകലിലെങ്കിലും ഒരു തവണ ചൊല്ലിക്കൂടെ? മുത്തായ തങ്ങൾ നമ്മളെ കാണുകയല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ ബന്ധം ധാരാളമായി വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം നമ്മൾ ആദ്യം പറഞ്ഞൊരു മഹാനുണ്ട്, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ഔലിയാക്കളുടെ നേതാവാണ്. എല്ലാ ത്വരീഖത്തുകളും മഹാനവറുകളിലൂടെ കടന്നു ചെന്നിട്ടാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെല്ലുന്നത്. ആ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? മഹാനവറുകളുടെ യഥാർത്ഥ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته
സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. മനസ്സറിഞ്ഞിട്ട് ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിൽ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ, പ്രത്യേകിച്ച് സ്വലാത്തുൽ കുബറ, സ്വലാത്തുൻ നാരിയ, എല്ലാം നീ സ്വീകരിക്കണയല്ല. സംഭവിച്ചു പോയ പാപങ്ങൾ അതു നിമിത്തം നീ പൊറുക്കണയല്ല. മനസ്സമാധാനം നൽകണയല്ല, സന്തോഷം നൽകണയല്ല. എത്രയെത്ര അസുഖബാധിതരാണ് ഷിഫ നൽകണയല്ല. ഈ സദസ്സിൽ മറ്റു പല സദസ്സുകളിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണയല്ല. കുടുംബത്തിൽ സമാധാനം നൽകണയല്ല. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണയല്ല. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. യാ റബ്ബന, ഒരുപാട് ആളുകൾ കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. നീ അറിയുന്നവനാണല്ലോ, അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണേ അല്ലാ. ഈ സദസ്സിനെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന, ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടക്കുന്നവർ, യാ റബ്ബന എല്ലാവരെയും നീ ഏറ്റെടുക്കണയല്ല. കടബാധ്യതകൾ തീർക്കണയല്ല. പടച്ചവനെ, സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നൽകണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല. വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നൽകണയല്ല. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അങ്ങനെ തുടങ്ങി പലരും ഖബറിലാണ്. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, പെട്ടെന്ന് വിളിക്കല്ലയല്ല. ഈമാന് സലാമത്താക്കണയല്ല. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.